വെള്ളിയാഴ്ച ജുമാ ഖുതുബ അറബിയിൽ ഭാഷയിൽ നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അറബി ഭാഷയിൽ നിർബന്ധമാണ്. വെള്ളിയാഴ്ച ഖുതുബ അറബി ഭാഷയിൽ നിർബന്ധമാണ്. ഏതായത്തിലാ അതുള്ളത്? ഏത് ഹദീസിലുള്ളത്? അറബി ഭാഷന്റെ ഇടയിൽ മറ്റുള്ള ഭാഷ വരൽ അത് ഖുതുബയെ ബാത്തിലാക്കും എന്നാര് പറഞ്ഞു? ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ഖുതുബ എന്നത് പ്രസംഗമല്ല, അതൊരു ഇബാദത്താണ്. നിസ്കാരം. ഖുതുബ എന്നത് പ്രസംഗമല്ല. ഖുതുബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുതുബ എന്ന് പറഞ്ഞാൽ അത് പ്രസംഗമല്ല. ഖുതുബ എന്ന് പറഞ്ഞാൽ എന്താ? പ്രസംഗമല്ലേ, പിന്നെ എന്താണത്? ഇബാദത്താണ്. ഇബാദത്താണ്, ഓക്കെ. പക്ഷെ അത് പ്രസംഗമാണല്ലോ. ഫാത്തിഹ എന്നതുപോലെ തന്നെ, അത്തഹിയാത്ത് എന്നതുപോലെ തന്നെ. അതുകൊണ്ട് ഒരിക്കലുമല്ല. ഫാത്തിഹയും അത്തഹിയാത്തും പോലെ അല്ല ഖുതുബ. വിവരക്കേട് പറയരുത്. നമസ്കാരത്തിൽ ഫാത്തിഹ എന്നും ഫാത്തിഹ തന്നെയാണ്. അതിന് ഒരു മാറ്റം ഒരിക്കലും ഉണ്ടാവില്ല. ഖിയാമത്ത് നാൾ വരെ നിസ്കാരത്തിൽ ഫാത്തിഹ ഉണ്ടാവും, അത്തഹിയാത്തും ഉണ്ടാവും. ഖുതുബിയോ മൈലേറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്ത് ആകുന്നത് വരെ, ഖുതുബ തുടങ്ങിയത് മുതൽ വഫാത്ത് ആകുന്നത് വരെ ഫാത്തിഹ ഉണ്ട്, അത്തഹിയാത്തും ഉണ്ട് നമസ്കാരത്തിൽ. ഖുതുബുണ്ടാ? ഒരാഴ്ച നടത്തിയ ഖുതുബ പിന്നീട് എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഒരിക്കലും ഒരാഴ്ച നടത്തിയ ഖുതുബ പിന്നീട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. വഫാത്താവുന്നത് വരെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരിക്കൽ നടത്തിയ ഫാത്തിഹ, ഒരിക്കൽ നടത്തിയ അത്തഹിയാത്തു വഫാത്താവുന്നത് വരെ ഉണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ നിസ്കരിക്കുന്നവർ ഫാത്തിഹ ഓതണം, പിന്നെ അത്തഹിയാത്ത് ഓതണം. ഖുതുബ എങ്ങനെയാ വരാറ്? എവിടെയെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുതുബ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞിട്ടുണ്ടോ? ഓതിയിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇവരാരെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുതുബ നടത്തിയിട്ടുണ്ടോ? റസൂൽ തന്നെ ഒരിക്കൽ നടത്തിയ ഖുതുബ പിന്നെ എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടോ? അങ്ങനെയാ ഫാത്തിഹയും അത്തഹിയാത്തും അതെന്നും നടത്തണം. നിസ്കരിക്കുമ്പോഴൊക്കെ നടത്തണം. ഏത് ജുമാക്കും നടത്തണം. ഖുതുബിയ ഓരോ ആഴ്ചയും ഓരോരുത്തർക്ക് തോന്നുന്നതാ ഖുതുബ നടത്തുക. ഫാത്തിഹക്കും അത്തഹിയാത്തിനും അത് പാടില്ല, തോന്നുന്ന പോലെ പാടില്ല. ഫാത്തിഹക്ക് ഫാത്തിഹ തന്നെ ഓതണം, അത്തഹിയാത്തുന് അത്തഹിയാത്ത് തന്നെ ഓതണം. ഖുതുബിയോ ഓരോരുത്തരും തോന്നുന്നതാ ഖുതുബയിലും പ്രസംഗിക്കുക. എന്നിട്ട് രണ്ടും വിവരമില്ലാണ്ട് എന്താ പറയല്ലോ ഉസ്താദേ? ഒരു കാരണവശാലും അനറബി ഭാഷ ഇസ്ലാമിനെതിരാണ്, അത് ഖുർആനെതിരാണ്, ഹദീസിനെതിരാണ്. എങ്ങനെ അനറബി ഭാഷ ഇസ്ലാമിനെതിരാണ്? അതെന്തിലല്ലേ എന്നതുപോലെ തന്നെ, അത്തഹിയാത്ത് എന്നതുപോലെ തന്നെ. അതുകൊണ്ട് ഒരു കാരണവശാലും അനറബി ഭാഷ ഇസ്ലാമിനെതിരാണ്, അത് ഖുർആനെതിരാണ്. അനറബി ഭാഷ ഇസ്ലാമിനെതിരാണ്. ഖുതുബ മലയാളത്തിന് പാടില്ല എന്ന് പറയാൻ അനറബി ഭാഷ ഇസ്ലാമിനെതിരാണ്. മനുഷ്യർ കേൾക്കേണ്ട മൊഴിമറെ വിവരക്കേട് വിളിച്ചു പറയുമ്പോ ഹദീസിനെതിരാണ്, ഇജ്മാഇനെതിരാണ്, ഖിയാസിനെതിരാണ്. ഒരിക്കലുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നടത്തിയ ഖുതുബ പിന്നീട് ഒരിക്കലും നടത്തിയിട്ടില്ല. അത്തഹിയാത്തും ഫാത്തിഹയൊക്കെ എന്നും നടത്തിയിട്ടുണ്ട്. ഖുതുബ അങ്ങനെയല്ല. ഓരോ കാലഘട്ടത്തിൽ ഓരോ നാട്ടിൻ്റെ പ്രശ്നങ്ങൾ ആണ് ഖുതുബയിൽ ഉണ്ടാവുക. ഓരോ കാലഘട്ടത്തിൽ ഓരോ നാട്ടിൻ്റെ പ്രശ്നങ്ങളാണ് ഖുതുബയിൽ അവതരിപ്പിക്കുക. ഖുതുബ എന്താന്ന് മൊയ്ലിയാർക്ക് മൊയ്ലിയാർ നിങ്ങൾ ഖുതുബ എന്താന്ന് ഇതുവരെ കേട്ടിട്ടുണ്ടോ? പിന്നെ
ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ നവീനവാദികൾ, ഉദാഹരണത്തിന് മുജാഹിദ്, ജമാഅത്ത്, ഖാദിയാനികള്, അതുപോലത്തെ നവീനവാദികൾ ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ലാത്ത നിലക്കാണ് വെള്ളിയാഴ്ച ഖുതുബ അറബിയിൽ ഭാഷയിൽ ഓതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ മുജാഹിദ് കേരളത്തിൽ വരുന്നത് വരെ മൊയ്ലമാരൊക്ക മലയാളത്തിൽ ഖുതുബ നടത്തിയിരുന്നത്. ഓല ഖുതുബ എല്ലാം എന്താവും മൊയ്ലറെ? മുജാഹിദുകൾ വന്ന് ഖുതുബ നടത്താൻ തുടങ്ങിയപ്പോൾ മൊയ്ലമാർക്ക് ഖുതുബ അത് മറ്റേ ഈ എഴുതിക്കൊടുത്ത് വായിക്കാനല്ല അറിയൂ. മുജാഹിദുകൾ അങ്ങനെയല്ല. മുജാഹിദുകൾ ഓരോ ആഴ്ചയും പുതിയ പുതിയ വിവരങ്ങൾ, ഓരോ ആഴ്ചക്കും വേണ്ടിയ വിവരങ്ങളാണ് പറയുക. നോമ്പ് വരും, നോമ്പിൻ്റെ പറയും. റബീഉൽ അവ്വൽ വരുമ്പോൾ അത് പറയും. ഹജ്ജ് മാസം വരുമ്പോൾ അത് പറയും. മൊയ്ലമാർക്ക് ഇതൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ജനങ്ങൾ മുജാഹിദുകൾ ഖുതുബ പറയുന്ന പള്ളിയിലേക്ക് പോകാൻ തുടങ്ങി. ഇത് കണ്ടപ്പോഴാണ് മുസ്ലിയാക്കന്മാർ ഇനി മലയാളത്തിൽ ഖുതുബ നടത്തണ്ട എന്ന് ഫത്വ കൊണ്ടുവന്ന്. ഫത്വ എവിടെയാ കൊണ്ടുവന്ന്? ഒരു 4 ആൾ കൂടിയെടുത്തൊന്നല്ല, സംസ്ഥാന സമ്മേളനത്തിലാണ് ഫത്വ പുറപ്പെടുവിച്ച് ഇനി മലയാളത്തിൽ ഖുതുബ നടത്തണ്ട. അപ്പൊ അതുവരെ നടത്തിയതാ മൊയ്ലമാരെ? ഖുതുബന് മുന്നേ ഖുതുബ തുടങ്ങിയതിന് ശേഷം ഒരിക്കലും അനറബി ഭാഷ മാതൃഭാഷയിൽ ഒരു ഇമാമും ഒരു മുസ്ലിമുകളും ചെയ്തിട്ടില്ല. ഇസ്ലാം ഓലൊന്നും ചെയ്തിട്ടില്ല. കേരളത്തിലെ മൊയ്ലമാർ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മൊയ്ലമാർ മലയാളത്തിലായിരുന്നു ഖുതുബ. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വരുന്നത് വരെ മുജാഹിദുകൾ മൊയ്ലമാരെ പോലെ തന്നെ മുജാഹിദുകളും മലയാളത്തിൽ ഖുതുബ നടത്തി അതിൽ മുസ്ലിങ്ങൾ മുജാഹിദ് പള്ളിയിലേക്ക് പോകാൻ, ആ മുജാഹിദുകളുടെ ഖുതുബ കേൾക്കാൻ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് മുസ്ലിയാക്കന്മാർ മലയാളത്തിലുള്ള ഖുതുബ നടത്തിയത്. അതുകൊണ്ട് വിവരക്കേട് വന്നിട്ട് ഗ്രൂപ്പിൽ പറയരുത്.